Hi everyone, MyTechBite എല്ലാവർക്കും സ്വാഗതം. 2500 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു അടിപൊളി ഇയർബഡ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. മിവിയുടെ DuoPods M40 എന്ന മോഡലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എനിക്ക് ഈ റിലീസായത് ഉടനെ തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ ഞാനിപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് എന്നൊരു രീതിയിൽ തന്നെ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ബോക്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് തന്നെയാണ് ഇവിടെ മിവി കൊടുത്തിട്ടുള്ളത്. ഇനി പുറകുവശം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് ഒക്കെ പുറകുവശത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്രൂ ഹൈ ഫ്രണ്ട്ലി സ്റ്റീരിയോ, സൂപ്പർ സോളിഡ് ബാസ്, പ്ലേ ടോൺ, ലോങ് ഗ്ലാസ് ബാറ്ററി, സ്പ്ലാഷ് റെസിസ്റ്റന്റ്, നോയ്സ് ക്യാൻസലേഷൻ, അതുപോലെ തന്നെ വൺ ടച്ച് പെയർ ആഡ് പ്ലേ. പിന്നെ ഈ ഒരു ഇയർബഡ്സിന് നമുക്ക് 1 ഇയർ വാറണ്ടിയും കൂടി ഇതിന് തന്നെ വരുന്നുണ്ട്. അപ്പോഴേ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ യൂസർ മാനുവൽ ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിളും ഇയർ ടിപ്സും ആണ് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ഈ ഒരു ഇയർപോഡ്സ്. സോ ഇതിൻ്റെ കേസ് ഒരു ക്യാപ്സ്യൂൾ മോഡലായിട്ട് തന്നെയാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള കേസ് തന്നെയാണ്. ഈ ഒരു ചാർജിങ് കേസിലൂടെ നമുക്ക് 4 തവണ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് നോർമൽ മൈക്രോ USB ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു LED ഇൻഡിക്കേറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ചാർജ് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു LED ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഈ ഒരു DuoPodsലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ ഈ ഒരു DuoPodsന് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ സിംഗിൾ പീസിനും അതിന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേസിൽ മാഗ്നറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ഇതിൽ നിന്ന് ഈ ഒരു കേസിൽ നിന്ന് പോകുകയില്ല. അത്യാവശ്യം നമ്മൾ നല്ലൊരു സ്ട്രെങ്ത് കൊടുത്ത് തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് പോകുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു DuoPodsന് LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു കേസിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. വൺസ് നമ്മളൊന്ന് പെയർ ചെയ്ത് കഴിഞ്ഞാൽ DuoPods പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പെയർ ആകും. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഓരോരോ തവണ ഇത് എടുക്കുമ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണയും അത് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ ഞാൻ ഈ DuoPods എൻ്റെ ഇയറിൽ വെച്ചിട്ടുണ്ട്. സോ കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ഇയറിന് വീഴില്ല. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു നോയ്സ് ക്യാൻസലേഷൻ തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ എൻ്റെ AC ഓൺ ചെയ്തിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു ACയുടെ സൗണ്ട് കേൾക്കുന്നത് കുറവ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി സൗണ്ട് ക്വാളിറ്റിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പ് ആൻഡ് ക്ലിയർ സൗണ്ട് തന്നെയാണ് ഈ ഒരു DuoPodsലൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല ഞാൻ എൻ്റെ സൈക്കിൾ റൈഡിനൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ ഒരു DuoPods തന്നെയാണ്. പിന്നെ ഞാൻ വോളിയം ഏറ്റവും ഹൈ ലെവലിൽ ഇട്ടിട്ട് റൈഡ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ലെവൽ ഓഡിയോ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ വരുന്ന വണ്ടിയും കാര്യങ്ങളൊന്നും തിരിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഒരു 30% വോളിയം ഇട്ടിട്ട് തന്നെയാണ് റൈഡ് ചെയ്യാറുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഊഹിച്ച് തന്നെ നോക്കുക. അത്യാവശ്യം ഒരു 100% നമ്മൾ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം അപ്പോൾ സൗണ്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 50% വോളിയം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക്
ഈ ഒരു സറൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ വേണ്ടി പറ്റൂല. അത്രക്കും നല്ലൊരു ബാസ് ആൻഡ് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇതിൽ കൂടി ലഭിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ ഈ ഒരു വൺ ടച്ചിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൂടാതെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ഗൂഗിൾ അസിസ്റ്റന്റിനെ വേക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഡുവോപോഡ്സിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ പോരായ്മ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിങ്ങിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സൗണ്ട് ഒക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ചെറിയൊരു ലാഗ്, അതായത് കോളിങ്ങിൽ മാത്രം ചെറിയൊരു ലാഗ് എനിക്കിതിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അത് മാത്രമാണ് എനിക്ക് ഈ ഒരു ഡുവോപോഡ്സിൽ പോരായ്മയായി തോന്നിയത്. ഇനി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 hours ആണ് നമുക്ക് കണ്ടിന്യൂസ് മ്യൂസിക് പ്ലേ ബാക്ക് ലഭിക്കുന്നതിന് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ആ ഒരു 4 hours അടുക്ക തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തപ്പോൾ 3 hours 40 minutes ആ ഒരു റേഞ്ച് വരെയാണ് ഇതിൽ നിങ്ങൾക്ക് ബാറ്ററി ലഭിച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് 4 തവണ ഈ ഒരു കേസിൽ നിന്ന് ചാർജ് ചെയ്യാനും സാധിക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഡുവോപോഡ്സ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് കൂടി തന്നെയാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വേർപ്പും കാര്യങ്ങളൊക്കെ ആയാലൊന്നും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല. സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ഡുവോപോഡ്സിന് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഡിസൈനും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും നല്ലത് തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് USB Type-C ചാർജിങ് പോർട്ട് കൊടുക്കാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കോളിങ്ങിൽ വരുന്ന ആ ഒരു ലാഗും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഡുവോപോഡ് M40 കുറച്ച് ഓവർ പ്രൈസ് തന്നെയാണ്. 2499 രൂപയാണ് വരുന്നത്. ഒരു 2000 rupees ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഇതിൽ 1 year വാറണ്ടി ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള ടെക് പീസ് ഓഫ് കണ്ടന്റ് അതുപോലെ തന്നെ അൺബോക്സിങ് റിവ്യൂ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോഴേ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതന്നെയായിരിക്കും. അതുവരേക്കും ബൈ.